ജനാല വഴി രക്ഷപ്പെട്ടു പോവാം. എന്താ ഇത്? ഭയങ്കര ഉയരത്തിലാണല്ലോ. ഞാനിപ്പോ എങ്ങനെയാ മുകളിൽ കയറുന്നേ? ഇല്ലല്ല, എന്റെ അനിയനിപ്പോ അപകടത്തിലുള്ളത്. നോക്ക് റോജ, നീ ഇപ്പൊ തോറ്റുപോകാൻ പാടില്ല. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. വഴിയുണ്ട് എന്റെ ഗുരുവായൂരപ്പ. താങ്ക് യു സോ മച്ച്. ഇതിപ്പോ എങ്ങനെ അഴിക്കുക? ഈശ്വരനെ സഹായിക്ക. പേടിക്കണ്ട അവിക്, നിന്നെ റോജ ചേച്ചി നിന്റെ അടുത്തേക്കാ വരുന്നേ. കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. അടിപൊളി. വീർഗഡ് ഭരിക്കാൻ പോകുന്ന രാജകുമാരൻ. നിന്നെ കാണുമ്പോൾ എനിക്ക് അക്ബർ ചക്രവർത്തിയാണ് ഓർമ്മ വരുന്നത്. ആ പാവവും അനാർക്കലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഒരു കൊട്ടാരം ഉണ്ടാക്കിയത്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എവിടെ നോക്കിയാലും ആരെയും കാണുന്നില്ല. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? നീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? പക്ഷെ എനിക്കിപ്പോ നിന്റെ സപ്പോർട്ട് വേണ്ട. നീ എവിടെയുള്ളേ? നീ എവിടെയുള്ള? ഹലോ, നോക്കൂ അച്ഛാ, റാണിയമ്മ എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് എത്താം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടുത്തെ പണി ഏകദേശം തീർന്നിട്ടൊക്കെ ഉണ്ട്. റാണിയമ്മ ഇങ്ങോട്ട് വരട്ടെ. സ്വന്തം രാജകുമാരന്റെ സമാധിക്ക് അവരെ കൊണ്ട് തന്നെ ഞാൻ ആപ്പ് വെപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ദിഗ്വിജയ് സിംഗ് എന്നല്ല, ഇത് ദുർഗാദേവിയാണ് സത്യം. ആ പാവം അവിക് പെണ്ണിക്ക് എന്റെ തന്നെ കണ്ണ് എന്തായാലും കിട്ടട്ടെ. നിനക്കത് കണ്ടു കാണത്തില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക്. ആരോ നമ്മുടെ അവിക്കിനെ അവിടെ വെച്ച് ഗാന്ധി റോഡിൽ വെച്ച് അവരെ കൊണ്ടുപോയി. റോജ, നിനക്ക് എന്താ പറ്റിയത്? അതൊക്കെ വീട് സമീർ, ഇപ്പൊ എങ്ങനെങ്കിലും പ്ലീസ് സമീർ അവിക്കിനെ രക്ഷിക്കണം. അവിടെ ഗാന്ധി റോഡിലേക്ക് പോ. നീ എന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോ. ഒന്ന് കൊണ്ടുപോ സമീർ, എനിക്ക് അവരെ രക്ഷിക്കണം. പ്ലീസ്. ഇപ്പൊ പറ, എന്താ പറ്റിയേ? ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയാം. ശരി, നോക്കി എന്നെ കൊണ്ടു. പിടിച്ചിരുന്നു റോജ. നീ ഇനി നമ്മൾ ബൈക്ക് ഓടിക്കാൻ പോവല്ലോ, പറക്കാൻ പോവാണ്.
ഗുഡ് ഗുഡ് ഗുഡ്, എല്ലാം അവസാനിച്ചു. അവിക് ബെന്ന, നീ എന്നോട് ക്ഷമിക്ക്. ദൈവം നിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. അവിക് ശരൺ സിംഗ് രാജാവ്, ദൈവം ഇവന്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ. അവൻ പോയി കഴിഞ്ഞു. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ, പെട്ടെന്ന് വണ്ടി നിർക്ക്. ഇവിടെ കിടക്കുന്ന വേസ്റ്റിലെടുത്ത് മാറ്റേ. റാണിമ ഇപ്പൊ തന്നെ വരുന്നതാണ്. നമ്മൾ ഗാന്ധി റോഡ് എത്തിയിട്ടുണ്ട്. എത്തിയെന്നു. അവിക്കിനെ അന്വേഷിക്കണം. റോജ, നിനക്ക് ഓൾറെഡി വയ്യല്ലോ. നീ നിൽക്കേ, ഞാൻ പോയി നോക്കാം. ഇല്ലില്ല, എനിക്ക് അവിക്കിനെ കാണുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല സമയം. ഓക്കെ, റിലാക്സ്. സമാധാനമായിട്ട് പോ. നീ അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. പക്ഷെ മേക്ക് ഷുവർ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണ്ടകൾ തിരിച്ചറിയും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാനായിട്ട്. സമയം, നീ അവിക്കിന് ഒരു കാർ കൊടുത്തില്ലേ? ഒരു ടോയ് കാറാണോ? അതന്നെ. നീ ഒന്ന് ശ്രദ്ധിക്കണേ. റോജ, പേടിക്കണ്ട, ഉറപ്പായിട്ട് നമ്മൾ അവനെ കണ്ടുപിടിക്കും. അവനൊന്നും സംഭവിക്കില്ല. ചേച്ചി, അവിക് ശരൺ മഹാരാജാവ്, അവിക് ശരൺ മഹാരാജാവ്, അവിക് ശരൺ മഹാരാജാവ്, അവിക് ശരൺ മഹാരാജാവ്. നമസ്കാരം റാണിയമ്മേ. അവിക് ശരൺ മഹാരാജാവ്. അത് അവിക് ശരണിന്റെ കൈയല്ലേ? അവിക് ശരൺ മഹാരാജാവ്. എടോ, കട്ടങ്ങി എടുത്തിട്ടോ, പെട്ടെന്ന് കൊണ്ടുപോവാ. നിന്റെ കൈ കൊണ്ട് തന്നെ അവസാനത്തെ കട്ട എടുത്ത് വെക്കേ, പെട്ടെന്നാവട്ടെ. അവിക് ബെന്ന, ജയ്. അവിക്, റാണിമ എന്തിനാ അവിക്കിന്റെ പേര് പറഞ്ഞത്? ഇനിയെങ്ങാനും അവനെ അതിൽ കണ്ടോ? എന്തു പറ്റി റാണി? ഇപ്പൊ എന്തിനാ അവിക് ബെന്നയുടെ പേര് പറഞ്ഞത്? എന്തുകൊണ്ടോ എന്റെ മനസ്സിൽ തോന്നുകയാണ്, അവിക് ബണ്ണയുടെ കൈകൊണ്ട് ഇത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതിന് അവിക് ബന്ന നിങ്ങളുടെ മനസ്സിൽ തന്നെയല്ലേ റാണിയമ്മ? അവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നങ്ങ് വിശ്വസിച്ചാ മതി. മാത്രമല്ല, ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് അവിക്കിന് വേണ്ടിയാണല്ലോ. അത് അവിക് ബെന്നയുടെ പേരായതുകൊണ്ട് അവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ. കൂടുതലൊന്നും ആലോചിക്കാതെ ആ കട്ട എടുത്ത് വെക്കാൻ നോക്ക്. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് ആ മംഗളകർമ്മം അങ്ങ് പൂർത്തിയാക്ക്. റാണിയുടെ കൈ കൊണ്ട് തന്നെ അവസാനത്തെ കല്ല് വെക്കേ. ആ,
ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വെള്ള ടാങ്കിലൂടെ വീർഗഡിലെ ജനങ്ങളുടെ ദാഹം ശമിക്കട്ടെ. ദേവി മഹാമായേ. ഇനി റാണി പൊയ്ക്കോളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വരൂ വരൂ റാണി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. സാരി എടുക്കുന്ന സമയത്ത് ആ കല്ല് താഴെ വീണാൽ ഇവൾ അവിക് ബെന്നെ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ എടുത്തു തരാം. ദാ വന്നല്ലോ. കീറിയിട്ടൊന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെയുണ്ട് റാണിമ്മ. ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അച്ഛാ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. ആ റാണി പൊയ്ക്കോളൂ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, വരട്ടെ. അവിക് ബെന്ന ജയ്. എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം നേരെ ചെയ്യണം അച്ഛാ. കുറച്ച് പണിയും കൂടി ബാക്കിയുള്ളൂ, അതോടെ തീർന്നു കഴിഞ്ഞ പിന്നെ അവിക് ബെന്ന ജയ്. 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 അവിക് ബെന്ന. അപ്പോ എല്ലാവർക്കും വളരെ നന്ദി. നാളെ മുതൽ എല്ലാവർക്കും ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം. ഇല്ല, എനിക്ക് അവിക്കിനെ അന്വേഷിക്കണം. അവിക്. 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 അവിക്, നീ എവിടെയാ ഉള്ളേ? നിന്റെ ചേച്ചി നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവിക്, നിന്റെ റോജ ചേച്ചി ഇതാ വന്നു. അവിക്. അവിക്. അവിക്, നീ എവിടെയാ ഉള്ളേ? അവിക്. 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 ഈ ഏരിയ മൊത്തം നോക്കിയില്ല, അവനെ കാണുന്നില്ലല്ലോ. ഞാൻ അവിക്കിന് കൊടുത്ത ടോയ്ക്കാറിനകത്ത് ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ. അവിക്കിന്റെ കയ്യിൽ നീ കൊടുത്ത കാറുണ്ട്. ടോയ് കാർ? അതന്നെ, അതുണ്ട്. ഒരു 2-3 കിലോമീറ്റർ അകത്താണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ നോക്കട്ടെ. അവിക്, നീ എവിടെയാ ഉള്ളത്? അവിക്, നിന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛനും അമ്മയോട് എന്ത് മറുപടിയാ പറയാ? അവിക്, നീ എവിടെയാ ഉള്ളത്? എന്റെ ഗുരുവായൂരപ്പ, നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. എന്റെ അനിയനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ്, അവനെ എനിക്ക് കാണിച്ചതാ. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ ഗുരുവായൂരപ്പ. ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ എന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ അനിയനെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി തന്നേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവന് പപ്പയും മമ്മയും നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് അവനെ നഷ്ടപ്പെടാൻ വയ്യ. പ്ലീസ് 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 എന്നെ സഹായിക്കും. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചതാ. കാർ കണക്ട് ആയല്ലോ. शक्तिरूपेण संस्थिता नमस्तस्यै नमः
ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഗാന്ധി റോഡ്. അങ്ങനെയാണെങ്കിൽ ഇത് അതെ, ഇത് ഇപ്പോഴാണ് കെട്ടിയിരിക്കുന്നത്. അകത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം എന്നോട് പറയും. അവയ്ക്ക് എന്തെങ്കിലും കാണിക്ക. എന്താ ഇത്? അകത്തുനിന്ന് അവയ്ക്ക് എന്നെ എന്തോ ചെയ്യുന്നത്? നീ അകത്തുണ്ടോ? നീ പേടിക്കണ്ട. നിന്റെ റോജ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ ചേച്ചി വന്ന, നീ പേടിക്കണ്ട. ഞാനിപ്പോ എന്താ ചെയ്യാ? ആദ്യത് എങ്ങനെയെങ്കിലും പൊട്ടിച്ചേ പറ്റൂ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇതെങ്ങനെയെങ്കിലും പൊട്ടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഞാനിപ്പോ എന്താ ചെയ്യാ? മാറി നിൽക്കും. പുറകോട്ട് മാറി നിൽക്കേ. 2 മണിക്കൂറായി അവിക്പന്നയെ കാണാതായിട്ട്, അതും ആ പെങ്കൊച്ചിന്റെ കൂടെ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് എന്നോട് പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. അബിക് പെണ്ണ ഇവിടെ കളിച്ചു കുഴഞ്ഞപ്പോ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കാണുമെന്ന് ഞാൻ വിചാരിച്ചു. സുഖമില്ലാതെ ഇരിക്കായിരുന്നു. പക്ഷെ റോജ എപ്പോ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ആലോചിക്കുന്നത് നിങ്ങളുടെ ജോലിയല്ല, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അവിക് ബണ്ണയ്ക്ക് എന്താ പറ്റിയത്? എന്റെ അവിക് ബണ്ണ എവിടെയാ ഉള്ളത്? അവിക് പെണ്ണ അവന്റെ മുറിയിലില്ല റാണിയമ്മേ. ഇല്ലെന്ന് വെച്ചാ എന്താ അർത്ഥം? അതുപോലെ ആ പെങ്കൊച്ച് റോജയും കഴിഞ്ഞ 2 മണിക്കൂറെ അവരെ കാണാനില്ല. ചേട്ടത്തി, എന്താ ഉണ്ടായേ? നമ്മുടെ രാജകുമാരൻ അവിക് ബന്ന, അവനെ ഈ കൊട്ടാരത്തിൽ നിന്ന് കാണാനില്ല. ആ പെങ്കൊച്ച് റോജ നമ്മുടെ അവിക് ബന്നയെയും കൊണ്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മുടെ അടുത്ത് ഓടിപ്പോയിരിക്കാണ്. കാക്കണേ. ചേച്ചിയുടെ കൈ പിടിച്ചോ. നിനക്കൊന്നും സംഭവിക്കില്ല, പേടിക്കല്ലേ. ഓടിപ്പോയെന്നോ? പക്ഷെ എന്തിനാ റോജ അങ്ങനെ ചെയ്യുന്നേ? എന്തിനു ചെയ്യുന്നെന്ന് ചോദിക്കുന്നു. പ്രേം, നിനക്ക് എങ്ങനെ അവൾക്ക് വേണ്ടി സംസാരിക്കാനാകുന്നു? അവൾ എന്തുകൊണ്ട് ഇതെല്ലാം ചെയ്യില്ലെന്ന് നീ പറ ആദ്യം. നിനക്കറിയില്ലേ, റാണിയമ്മ റോജയോട് അവിക്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അറിയാവുന്നതല്ലേ അത്? റാണിയമ്മയെ നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് റോജ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
ചേട്ടത്തി റോജ എവിടെയെങ്കിലും തന്നെ കാണും. ഒരുപക്ഷെ അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണും. ആ ഉറപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. മഹാറാണി കഷ്ടപ്പെടണം എന്നുള്ള ആവശ്യം അവൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. നമ്മൾ എല്ലാവരും ഇവിടെ അവൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ എന്നുള്ള ചിന്ത. നീ ഒന്നും മിണ്ടാതിരിക്കെ. ഒരുപക്ഷെ നമ്മൾ കാണുന്ന എല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ? അങ്ങനെ നടന്നു കാണില്ല. നിങ്ങൾക്ക് പിന്നെ എല്ലാം അറിയാലോ അല്ലേ? നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാ റൂ പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യ. റാണിമ, നമുക്ക് എന്തറിയാം? അവൾ എപ്പോ മുതൽ ഈ പ്ലാനൊക്കെ തുടങ്ങിയതാണോ ആവോ? അവിക് പെണ്ണയും കൊണ്ട് ഇവിടെ ഒളിച്ചോടാനായിട്ട്. ഇന്നിപ്പോ അവൾക്ക് അതിന് അവസരം കിട്ടിയപ്പോ അവൾ ഇതാ ചെയ്തു. അതൊക്കെ തന്നെ നമ്മുടെ പാവ അവിക് പെണ്ണ. റൂമേൽ അവന് സംസാരിക്കാനും പറ്റില്ല. ഇല്ലെങ്കിൽ അവനൊന്ന് ഒച്ച വെച്ച് അവനെ രക്ഷിക്കാനായി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റില്ലായിരുന്നു അവന്. നമ്മുടെ ആൾക്കാരെ പറഞ്ഞയച്ച് അവരെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയൂ. കൂടാതെ ആ റോജ, അവൾ 5 മിനിറ്റിനകം എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. അവിക് ബണ്ണ വീർഗഡിന്റെ സ്വത്താണ്. ആ പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല. വീർഗഡിന്റെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചാൽ എന്ത് നടക്കുമെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും.